അഡ്വക്കേറ്റ് ജയസൂര്യൻ, പത്മജ ഇഫക്റ്റ് അതെത്ര കോൺഗ്രസ് നിഷേധിച്ചാലും അതിനകത്ത് പേടിച്ചിട്ടുണ്ട് പാർട്ടി എന്ന് ബി.ജെ.പി കരുതുന്നുണ്ടോ? ഈ ഒരു സർപ്രൈസ് പട്ടികയെ മണ്ഡല മാറ്റത്തെ ബി.ജെ.പി കാണുന്നത് ഏത് തരത്തിലാണ്? ബി.ജെ.പി അങ്ങനെ കരുതുന്നുണ്ടോ എന്നതിനേക്കാൾ പ്രസക്തം, ഈ രാജ്യത്ത് കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ, 2 അക്ക സീറ്റുകൾ സംഭാവന ചെയ്ത ഒരേ ഒരു സംസ്ഥാനം കേരളം. ആ സംസ്ഥാനം ഇന്ന് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ടും അതുപോലെ കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടാവുന്ന സീറ്റുകളുടെ എണ്ണം കൊണ്ടും പരമപ്രധാനമർഹിക്കുന്ന ഒരു സംസ്ഥാനമാണ്. മാത്രമല്ല, ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസിന് ഏറ്റവും ശക്തമായ പിന്തുണ കൊടുക്കാൻ കഴിയുന്ന രണ്ടാമത്തെ പാർട്ടി എന്നുള്ള നിലയിൽ CPIM വളരെ ശക്തമായി കോൺഗ്രസിനെ പിന്തുണയ്ക്കേണ്ടതും കേരളത്തിൽ നിന്ന് ജയിച്ചു കിട്ടുന്ന സീറ്റുകൾ കൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ 2 ഘടകകക്ഷികൾ, ഇന്ത്യ മുന്നണിയിലെ 2 ഘടകകക്ഷികൾക്കും അതീവ പ്രാധാന്യമുള്ള ഈ സംസ്ഥാനത്ത് രാഹുൽ ഗാന്ധി നേരിട്ട് വന്ന് നേതൃത്വം നൽകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ തുടക്കത്തിൽ തന്നെ പിഴച്ചിരിക്കുന്നു കോൺഗ്രസിന് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ഇത് ബി.ജെ.പി പറയാതെ തന്നെ കോൺഗ്രസ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക തിരുത്തേണ്ടി വരുന്നു. ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ KC വേണുഗോപാൽ മത്സരിക്കേണ്ടി വരുന്നു. വടകരയിൽ മത്സരിക്കുമെന്ന് പറയുന്ന K മുരളീധരൻ തൃശൂരിലേക്ക് മാറേണ്ടി വരുന്നു. നിലവിലുള്ള MLA ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് മത്സരിക്കേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെ ആകപ്പാടെ ഈ ആശയക്കുഴപ്പത്തെ ഇന്ത്യയുടെ മുന്നിലേക്ക്, കേരളത്തിലല്ല, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിന്റെ മുന്നിലേക്ക് അവതരിപ്പിക്കേണ്ടി വരുന്ന ഗതികേട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇതിനൊക്കെ അടിസ്ഥാനപരമായ ഏറ്റവും അവസാനത്തെ കാരണം പത്മജയുടെ ബി.ജെ.പി പ്രവേശമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ പത്മജ തന്നെ പറയുന്നുണ്ട്, ഇതൊരു തുടക്കമാണ്, ഇനിയും പലരും വരും. ബി.ജെ.പി ഒഴിഞ്ഞു കിടക്കുന്ന 8 സീറ്റുകളിലേക്ക് ഇപ്പൊ ആശങ്കയോടെ എല്ലാവരും നോക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ മുന്നണിയുടെ നേതാവും എല്ലാം തന്നെ അവരുടെ ഏറ്റവും ശക്തമായ സപ്പോർട്ടർ CPIM-ഉം വളരെ ആശങ്കയോട് കൂടി തന്നെയാണ് ഈ വിഷയത്തെ നേരിടുന്നത്, നോക്കിക്കാണുന്നത്. അവർക്കതിനെ ഓവർകം ചെയ്യാൻ വളരെയേറെ വിഷമിക്കേണ്ടി വരും. മാത്രമല്ല, CPIM-ഉം കോൺഗ്രസ് പാർട്ടിയും ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടാൻ പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന കേരളത്തിൽ തന്നെ അവർക്ക് പതറാൻ പോകുന്നു, ബി.ജെ.പി ഇവിടെ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നു എന്നതിന്റെ പ്രത്യക്ഷമായ തെളിവാണ് ഈ ആശയക്കുഴപ്പം. അതുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും അവരുടെ ഘടകകക്ഷികൾക്കും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കും ഇന്ത്യ മുന്നണിക്കും അതിലെ ഘടകകക്ഷികളായിട്ടുള്ള കോൺഗ്രസിനും CPIM-നും കൊടുക്കാൻ കഴിയുന്നത് കേവലം ആശങ്ക മാത്രമാണ്, ആശയക്കുഴപ്പം മാത്രമാണ്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, കോൺഗ്രസ് ഇതിനകത്ത് കാണിച്ചൊരു മന്ദഗതിയിലുള്ള ആ ഒരു നീക്കങ്ങൾ അത് ഏതൊക്കെ തരത്തിൽ അഡ്വക്കേറ്റ് ബോസ് ന്യായീകരിച്ചാലും ഇപ്പോൾ കോൺഗ്രസ് കടന്നിരിക്കുന്നത് വളരെ പ്രബലരായിട്ടുള്ള ഒരു പട്ടിക കൊണ്ടുവന്ന് എങ്ങനെയും വിജയം ഉറപ്പാക്കണമെന്ന രീതിയിലേക്ക് ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബി.ജെ.പിക്ക് കാലുകുത്താൻ ഒരിടം പോലും കൊടുക്കാത്ത രീതിയിലുള്ള ഒരു മത്സരം, ആ മത്സരം LDF-ഉം UDF-ഉം തമ്മിലുള്ള ടൈറ്റ് മത്സരമായിരിക്കും മാറുക എന്ന രീതിയിലേക്ക് ചിത്രം മാറിയില്ലേ? ബി.ജെ.പിയുടെ സാധ്യത കുറയുകയല്ലേ ഉണ്ടാകുന്നത്? അല്ല, ഇവിടെ ബി.ജെ.പിയുടെ സാധ്യത വർദ്ധിക്കുകയാണ് ഉണ്ടാകുന്നത്. കാരണം CPIM-ന് ഒരിക്കലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയില്ല. അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ്. അങ്ങനെ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ ഉണ്ടാക്കാൻ വേണ്ടി CPIM എത്രയേറെ ആളുകളെ ജയിപ്പിച്ചെടുക്കണമോ എന്നുള്ളത്, എത്ര കോൺഗ്രസുകാരെ തോൽപ്പിക്കണം എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത്. അപ്പൊ CPIM കോൺഗ്രസിനെ പിന്തുണയ്ക്കണമെങ്കിൽ കോൺഗ്രസ് തന്നെ തോക്കണം, കോൺഗ്രസിനെ തോൽപ്പിക്കണം. ഈ വൈരുദ്ധ്യമുണ്ടല്ലോ, ഇത് ഇന്നലെ വരെ കേരളത്തിന്റെ പുറത്ത് മാത്രമാണെങ്കിൽ ഇന്ന് കേരളത്തിനകത്ത് വളരെ പ്രകടമാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇവർ രണ്ടുപേരെയും ഞെട്ടിക്കുന്ന, അതായത് LDF-നെയും UDF-നെയും CPM-നെയും കോൺഗ്രസിനെയും ഞെട്ടിക്കുന്ന ഒരു റിസൾട്ട് ആയിരിക്കും കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ വലിയ ഒരു മുന്നേറ്റമായിരിക്കും ബി.ജെ.പി ഇവിടെ സൃഷ്ടിക്കുന്നത്. അതോടുകൂടി ഇന്ത്യ മുന്നണി അതിന്റെ ഏറ്റവും വലിയ ശക്തിദുർഗമായ കേരളത്തിൽ തന്നെ തകർന്നു വീഴും. ആ കാര്യമാണ് പത്മജയുടെ ബി.ജെ.പി പ്രവേശത്തിൽ കൂടി ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ആശങ്കയിൽപ്പെട്ട് ഉഴലുന്ന കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയവും അതിന്റെ അഴിച്ചുപണിയുമെല്ലാം അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇവിടെ കൃത്യമായി CPM പറയേണ്ട ഒരു കാര്യമുണ്ട്, കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കാനാണ് എങ്കിൽ പിന്നെ എന്തിനാണ് കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് കേരളത്തിലെ സീറ്റുകൾ അങ്ങ് പപ്പാതിയോ നിങ്ങളുടെ ഇഷ്ടം പോലെയോ വീതിച്ചെടുത്തിട്ട് ബി.ജെ.പിയെ നേരിടൂ. അപ്പോൾ ബി.ജെ.പിയെ